സ്വന്തം ഭർത്താവിനെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നവന്റെ സ്റ്റുഡന്റിനെ ലവ് ചെയ്യാൻ പറഞ്ഞ് നിർബന്ധിക്കുന്ന ഭാര്യ. അവസാനം അവൾ ഫോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ അവനും ആ ഒരു കാര്യത്തിന് നിൽക്കാണ്. പക്ഷെ ഇത് അവരെ ഒരു വലിയ അപകടത്തിലാണ് കൊണ്ടെത്തിച്ചത്. അപ്പൊ നമുക്ക് അധികം പറഞ്ഞ് ലാഗാക്കാതെ നേരെ മൂവിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കല്ലേ. മൂവിയുടെ തുടക്കം തന്നെ ടിയാസ എന്ന് പറഞ്ഞ ഒരു കോളേജ് സ്റ്റുഡന്റിനെയാണ് കാണിക്കുന്നത്. ഈവനിങ് ആയിക്കഴിഞ്ഞാൽ അവൾ ഒരു ട്യൂഷൻ പോവായിരുന്നു. ആ ട്യൂഷൻ സെന്ററിൽ നിഷാൻ എന്ന് പറഞ്ഞ ഒരു മാത്സ് എടുക്കുന്ന ടീച്ചർ ഉണ്ടായിരുന്നു. ടിയാസക്ക് ഈ നിഷാൻ എന്ന് പറഞ്ഞ സാറിനെ ഒരുപാട് ഇഷ്ടമാണ് മീൻസ് അവൾ വൺ സൈഡ് ആയിട്ട് ആ ഒരു സാറിനെ ലവ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടിയാസ ക്ലാസ്സിലേക്ക് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നിഷാൻ സാറും അവളോട് പുറത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് പറയാണ്. വെയിറ്റ് ചെയ്യാനല്ല, അവളെ ക്ലാസിന്റെ പുറത്ത് നിർത്താണ്. ടിയാസയും ക്ലാസിന്റെ പുറത്ത് നിന്നോണ്ട് തന്നെ നിഷാൻ സാറ് ക്ലാസ് എടുക്കുന്നത് കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞതും വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പോലും സാറിന്റെ പിന്നാലെ ഓടിച്ചെന്ന് ടിയാസ അവനെ സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്യൂഷൻ കഴിഞ്ഞ അവള് നേരെ പോകുന്നത് അമ്മയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ്. അവിടെ പോയിരുന്ന് കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് മസാജ് ഒക്കെ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരാണ്. ഇപ്പൊ വീട്ടിൽ അവൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവളുടെ മനസ്സിൽ മുഴുവൻ സാറിനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ഫ്ലെയിംസ് ചെയ്ത് നോക്കുന്നുണ്ട് അവള്. ആ ഒരു സമയത്ത് എനിമീനാണ് വന്നത്. പക്ഷെ അവൾക്ക് എനിമി ആവണ്ട, അതുകൊണ്ട് ദേഷ്യം വന്നിട്ട് എനിമി വെട്ടിയിട്ട് അത് ലവ് ആണെന്ന് അവൾ അങ്ങോട്ട് കൺഫേം ചെയ്യാണ്. ഇതേ സമയം സാറും ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ പോയി നോക്കുമ്പോൾ എന്ന് വെച്ചാൽ അവന്റെ വൈഫ് ചന്ദ്ര അവൻ വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവന് ഓൾറെഡി കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടിയാസക്ക് അവന്റെ കല്യാണം കഴിഞ്ഞതൊന്നും അറിയൂല. അതുകൊണ്ട് അവൾ അവനെ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യാണ്. ചന്ദ്ര കുറച്ച് ഡിപ്രഷൻ ഉള്ള കൂട്ടത്തിലാണ്. അവൾക്ക് ഒരു പ്രാവശ്യം മിസ്കാരേജ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി അവൾക്ക് പ്രഗ്നന്റ് ആവാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയാണ്. അതുകൊണ്ട് അവൾ ഇപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലാണ് ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് പാനിക് അറ്റാക്കും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിഷാൻ സാറ് അവളൊരു കുട്ടീനെ പോലെ ഭയങ്കര കെയർ ഒക്കെ കൊടുത്തിട്ടാണ് നോക്കുന്നത്. ടിയാസക്ക് ഇപ്പൊ സാറിനോട് എങ്ങനെയെങ്കിലും അവൾക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയിക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരു ലവ് ലെറ്റർ എഴുതിയിട്ട് സാറിന്റെ ബൈക്കിന്റെ ഫ്രണ്ടിലായിട്ട് ആ ഒരു ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. നിഷാൻ സാർ അത് കാണുന്നുമുണ്ട്. ആ ലെറ്റർ എടുത്ത് വെറുതെ ഒന്ന് അവൻ വായിച്ചു നോക്കിയതിന് ശേഷം അവന്റെ വൈഫിന്റെ കയ്യിൽ അവൻ അത് കൊണ്ടുപോയി കൊടുക്കാണ്. എന്നിട്ട് വൈഫിനോട് പറയാണ്, ട്യൂഷൻ ക്ലാസ്സിൽ ഏതോ ഒരു കുട്ടിക്ക് എന്നോട് പ്രേമാണെന്ന് തോന്നുന്നു, അവള് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുണ്ടെന്ന്. വൈഫും ആ ഒരു ലെറ്റർ വായിച്ചു നോക്കുന്നുണ്ട്. വായിച്ചു കഴിഞ്ഞിട്ട് ഇതിൽ പേരില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. സാറിനും ഈ ഒരു ലെറ്റർ കണ്ടിട്ടൊന്നും ഇത് ആരാണ് എഴുതിയെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എനിക്കും അറിയില്ല ഇത് ആരാണ് എഴുതിയെന്ന്. ഈ ലെറ്റർ കണ്ടിട്ടൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സാറും പറയാണ്. ഈ ട്യൂഷൻ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്തോ ഒരു അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അസൈൻമെന്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നിഷാൻ സാറ്. അതിന്റെ ഇടയിൽ അസൈൻമെന്റിന്റെ ബാക്കിലായിട്ട് അവൾ ആ ഫ്ലെയിംസ് ചെയ്തത് നിഷാൻ സാറ് കാണുന്നുണ്ട്. അങ്ങനെ അവനക്ക് മനസ്സിലാവാണ് അവനക്ക് ലവ് ലെറ്റർ എഴുതിയതും അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടി ടിയാസ ആണെന്നുള്ള കാര്യം. ചന്ദ്ര ഇപ്പൊ മാറി നിന്നുകൊണ്ട് ആ ലെറ്റർ ഫുള്ള് വായിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ എഴുതിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെച്ചാല് നാളെ വരുമ്പോ ബ്ലൂ കളർ ഷർട്ട് ഇട്ടിട്ട് വരാനായിട്ട് ടിയാസ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ചന്ദ്രക്കും ഒരു ഐഡിയ തോന്നാണ്. ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ അവൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൾ ഒരു കളി കളിക്കാമെന്ന് വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം നിഷാൻ ട്യൂഷൻ സെന്ററിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ ഷർട്ട് ഇട്ട് പോകുന്നുണ്ട്. എന്നാൽ അവിടേക്ക് ചന്ദ്ര വന്നതിന് ശേഷം ഫോഴ്സ് ചെയ്തിട്ട് അവന്റെ യെല്ലോ കളർ ഷർട്ട് മാറ്റിയിട്ട് ബ്ലൂ കളർ ഷർട്ട് ഇടിപ്പിച്ചിട്ടാണ് ട്യൂഷൻ സെന്ററിലേക്ക് അയക്കുന്നത്. ഇപ്പൊ ട്യൂഷൻ സെന്ററിലേക്ക് വന്നതും ടിയാസ അവൻ ബ്ലൂ കളറിലുള്ള ഷർട്ട് ഇട്ടേക്കുന്നത് കണ്ടിട്ട് അവൾക്ക് സന്തോഷം സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ വിചാരിക്കുകയാണ് ഈ ഒരു സാറിനും എന്റെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ കാര്യങ്ങളൊന്നും നിഷാൻ അറിയില്ലായിരുന്നു. ആ ലെറ്ററിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവനെ കൊണ്ട് ഇന്ന് വൈഫ് ബ്ലൂ ഷർട്ട് ഇടിപ്പിച്ചതൊന്നും അവനക്ക് അറിയാതെയാണ് അവൻ അവിടെ നിൽക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുന്നേ നിഷാൻ സാറിന്റെ വൈഫ് ചന്ദ്ര പ്രഗ്നന്റ് ആയിരുന്നു. പക്ഷെ അത് അബോർട്ടായി പോവാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് മെന്റലി കുറച്ച് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഒരു പെൺകുട്ടി ഇവനെ സ്നേഹിച്ചു കഴിഞ്ഞ് ഇവർ തമ്മിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തന്റെ ഭർത്താവിനെ ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന് ചന്ദ്ര തീരുമാനിക്കുകയാണ്. അഥവാ അവര് രണ്ടുപേരും ഇഷ്ടത്തിലായിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും അവളെ സ്നേഹിക്കുന്നുണ്ടോ അവൾക്കാണോ എനിക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. മെന്റലി എഫക്റ്റ് അല്ലേ, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അത്ഭുതം. ക്ലാസ് കഴിഞ്ഞ് വന്നതും നിഷാൻ സാറിന്റെ ഷർട്ടിലായിട്ട് എന്തെങ്കിലും ലിപ്സ്റ്റിക്കിന്റെ പാടുണ്ടോന്നായിട്ട് ചന്ദ്ര ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ അങ്ങോട്ട് തിരി എന്നൊക്കെ പറയുമ്പോൾ നിഷാൻ സാറിന് എന്താണ് ഇവളീ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. ഷർട്ട് മുഴുവൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും അതിൽ ലിപ്സ്റ്റിക്കിന്റെ പാടൊന്നും കണ്ടില്ല. അവര് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കാണ്. നീ എന്താ ഈ ചെയ്യുന്നതെന്ന് നിഷാൻ സാറ് ചോദിക്കുമ്പോൾ അപ്പൊ അവള് നിങ്ങളുടെ അടുത്തേക്കൊന്ന് വന്നില്ലേ, അപ്പൊ ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെൺകൊച്ച് നിങ്ങളൊക്കെ ലവ് ലെറ്റർ എഴുതിയത് അവൾ വന്നില്ലേ, അവള് പറഞ്ഞിട്ടാ ഞാൻ നിങ്ങളെ കൊണ്ട് ബ്ലൂ ഷർട്ട് ഇടിപ്പിച്ചു
സംഭവിച്ചതെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിഷാന്ത് സാറിനും എന്നെ ഭാര്യ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാണ്. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കരമായിട്ട് അവളോട് ചൂടാവാണ്. എന്തിനാ നീ എന്നോട് പറയാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. പക്ഷെ അവൻ പെട്ടെന്ന് ചന്ദ്രയുടെ മെഡിസിൻ ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു മുന്നാണ് ചന്ദ്രക്ക് വഴിയാതെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയത്. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് സൂയിസൈഡ് ടെൻഡൻസി ഭയങ്കരമായിട്ടുണ്ട്. അത് മാത്രമല്ല ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. ഓൾറെഡി പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവളെ പരമാവധി സങ്കടപ്പെടുത്താതെ നല്ല കെയർ ചെയ്ത് കൊണ്ടു നടക്കണം. അവൾക്ക് എന്താണോ ഇഷ്ടം അതന്നെ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഓർമ്മ വന്ന നിഷാന്ത് സാറും അവൾ അധികം വിഷമിപ്പിക്കാതെ ആ ഒരു പെൺകുട്ടി ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചെന്നും അസൈൻമെന്റിന്റെ പിന്നിലായിട്ട് ആ ഒരു പെൺകുട്ടി ഫ്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. എന്നിട്ട് അവളുടെ പേരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ചന്ദ്ര ആ അസൈൻമെന്റ് എനിക്ക് തരാനായിട്ട് പറയുന്നുണ്ട്. സാർ അപ്പൊ എന്തിനാന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നോക്കണ്ട, അതെനിക്ക് തായോന്നും പറഞ്ഞ് കുട്ടികളുടെ അസൈൻമെന്റിന്റെ ഇടയിൽ നിന്ന് ടിയാസയുടെ പേര് സെർച്ച് ചെയ്ത് അവൾ ആ ഒരു അസൈൻമെന്റ് എടുത്തുകൊണ്ട് പോവാണ്. ഇപ്പൊ ക്ലാസ്സിലാണെന്ന് വെച്ചാല് മാത്സ് സാറ് ആബ്സെന്റ് ആണെന്ന് ടിയാസ് അറിയുന്നുണ്ട്. ക്ലാസ്സിലുള്ള ഒരു പയ്യനെ വിട്ട് എന്താണ് കാരണം എന്ന് അവളെ ചോദിച്ചു വരാനായിട്ട് പറയാണ്. ആ ഒരു പയ്യനും പോയി അന്വേഷിച്ചിട്ട് വന്നിട്ട് പറയാണ് നിഷാന്ത് സാറിന്റെ വൈഫിന് തീരെ വയ്യ, അതുകൊണ്ടാണ് അദ്ദേഹം ലീവ് എടുത്തേക്കുന്നതെന്ന്. ഇത് കേട്ട് ആകെ ഷോക്കായി പോവാണ് ടിയാസ. നിഷാന്ത് സാറ് കല്യാണം കഴിച്ചിട്ടുണ്ടോ? ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും ഇപ്പൊ സംശയത്തോടു കൂടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ടിയാസയുടെ നെഞ്ചിൽ ഇപ്പൊ തീയാണ്. അതുപോലെ തന്നെ നിഷാന്ത് സാറിന്റെ കല്യാണം കഴിഞ്ഞതാലോചിച്ച് ഭയങ്കര ടെൻഷനിലായിരുന്നു. അവളും അവനായിട്ട് അകന്ന് നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. 2 ദിവസവും ഈ നിഷാന്ത് സാറ് ക്ലാസ്സിൽ വരാത്തോണ്ട് തന്നെ ഇവൾക്ക് കൂടുതൽ മിസ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. ട്യൂഷന്റെ ക്ലാസ് ഗ്രൂപ്പിൽ നിന്ന് അവള് നിഷാന്ത് സാറിന്റെ നമ്പർ സംഘടിപ്പിച്ചതിന് ശേഷം കോൾ ചെയ്യുന്നുണ്ട്. കോൾ ചെയ്യുന്ന സമയത്ത് അവൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വൈഫിനോട് കോൾ എടുക്കാനായിട്ട് പറയാണ്. അവളും കോൾ എടുത്ത് ഹലോ പറഞ്ഞതും വൈഫിന്റെ ശബ്ദം കേട്ട ടിയാസ ആ ഒരു ഫോൺ കട്ട് ചെയ്ത് കളയാണ്. ഇപ്പൊ ആരാണ് വിളിച്ചതെന്ന് ട്രൂ കോളിൽ ചെക്ക് ചെയ്യുമ്പോഴാണ് ടിയാസാന്ന് ആ ഒരു പേര് കണ്ടിട്ട് വൈഫ് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നത്. അപ്പൊ ഇത് ഇൻഫാറ്റുവേഷൻ അല്ല, ശരിക്കും ആ ഒരു പെങ്കൊച്ചിനെ ഇവൻ ഇഷ്ടമാണെന്ന് വൈഫിന് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിലേക്ക് സാറ് വരുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും അസൈൻമെന്റ് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. ക്ലാസ്സിലുള്ള ഒരു കുട്ടി സാർ ശരിക്കും മാരീഡ് ആണോ, വൈഫിനെ ഞങ്ങൾക്ക് മീറ്റ് ചെയ്യണം എന്നെല്ലാം പറയാണ്. നിഷാന്ത് സാറും ഒരു ദിവസം ഞാൻ എന്റെ വൈഫിനെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ടിയാസക്ക് അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവള് ഭയങ്കര മൂഡൌട്ടായിരുന്നു. അവളുടെ അസൈൻമെന്റും സാർ അവൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് നോക്കി അവള് ആകെ ഷോക്കാവാണ്. കാരണം അവള് ചെയ്തിരുന്ന ആ ഒരു ഫ്ലെയിംസ് ഇല്ലേ, അതിൽ നിഷാന്ത് എഴുതിയേക്കുന്ന സ്പെല്ലിങ് തെറ്റായിരുന്നു. ആ സ്പെല്ലിങ് തിരുത്തിക്കൊണ്ട് വേറെ ആരോ അതിൽ ഫ്ലെയിംസ് ചെയ്തിട്ടുണ്ട്. അത് ലവ് എന്ന് പറഞ്ഞ് വരികയും ചെയ്തിട്ടുണ്ട്. അത് കണ്ട അവള് ഭയങ്കര ഹാപ്പി ആവാണ്. അവള് വിചാരിക്കുകയാണ് സാറിനും തന്നെ ഇഷ്ടപ്പെട്ടോണ്ടാണ് അദ്ദേഹം ഫ്ലെയിംസ് ചെയ്തതെന്നൊക്കെ. പക്ഷെ ആക്ച്വലി ഈ ഒരു ഫ്ലെയിംസ് ചെയ്തത് ചന്ദ്ര ആയിരുന്നു. ചന്ദ്ര ആ അസൈൻമെന്റ് ബുക്കും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അവൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതും കൊണ്ട് പോയത്. ടിയാസ സാറിന്റെ നമ്പർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവള് സാറിന് ഹായ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കാണ്. അത് കണ്ടതോ ചന്ദ്രയായിരുന്നു. അവളാന്ന് വെച്ചാൽ ആ മെസ്സേജിന് റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് നിസാന്ത് സാർ അവിടേക്ക് വരുന്നുണ്ട്. നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ചന്ദ്രൻ അവന് ഒരുപാട് ചീത്ത പറയാണ്. എന്നാൽ അവളാന്ന് വെച്ചാൽ പ്ലീസ് ഇതൊന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ടിയാസനായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ടിയാസ വിചാരിക്കുന്നത് നിഷാന്ത് സാറാണ് അവളുടെ മെസ്സേജിനൊക്കെ റിപ്ലൈ തരുന്നതാണ്. ചന്ദ്ര അങ്ങനെ ടിയാസനോട് ഒരു സെൽഫി അയക്കാനായിട്ട് പറയുന്നുണ്ട്. ഈ സമയമെല്ലാം നിഷാന്ത് സാർ അത് തടയാനായിട്ട് നോക്കുന്നുണ്ട്. ടിയാസ സെൽഫി അയച്ചതും നിനക്ക് പിങ്ക് കളർ നന്നായി ചേരുന്നുണ്ടെന്ന് നിഷാന്ത് സാർ പറയുന്ന പോലെ ചന്ദ്ര പറയാണ്. ഇതും കൂടി ആയോടുകൂടി നിഷാന്ത് സാറിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരാണ്. അവൻ ചന്ദ്രനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ ഇങ്ങനെ കുട്ടിത്തരായിട്ട് നടന്നിട്ട് ഓരോന്ന് ഒപ്പിച്ചു വെച്ചോ, അവൾ എന്റെ സ്റ്റുഡന്റാ, അവളോട് ഇങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. നിന്നെ കൊണ്ട് തന്നെ ഞാൻ കുറെ അനുഭവിക്കുന്നുണ്ട്, ഇനി അനുഭവിക്കാൻ എനിക്ക് വയ്യാന്ന് പറയാണ്. അത് കേട്ടതും ചന്ദ്ര ആകെ ഇമോഷണലി ബ്രേക്ക് ആവാണ്. അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. സാർ ആ ഫോൺ വാങ്ങി ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ പിറ്റേ ദിവസം ടിയാസ എന്ന് വെച്ചാല് സാറിന് പിങ്ക് കളർ ഡ്രസ്സ് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ അവൾ യൂണിഫോം മാറ്റിയിട്ട് പിങ്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് ട്യൂഷൻ സെന്ററിലേക്ക് വന്നത്. ഇത് കണ്ട നിഷാന്ത് സാറിനും കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തായാലും വേണ്ടില്ല, ഇന്ന് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് സാറ് വിചാരിക്കുകയാണ്. സാർ അപ്പൊ തന്നെ ടിയാസക്ക് മെസ്സേജ് അയച്ചിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവളും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്ലാസ്സിന്റെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിഷാന്ത് സാറ് ക്ലാസ്സിലേക്ക് അവൾ വരുമെന്ന് വിചാരിച്ച് ക്ലാസ്സിന്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവൾ വരാത്തത് കണ്ട് അവന് പോവാൻ നേരത്താണ് ക്ലാസ്സിന് പുറത്തായിട്ട് ടിയാസ നിൽക്കുന്നത് അവൻ കാണുന്നത്. അവൻ സത്യം പറയാൻ വേണ്ടി പോകുന്ന സമയത്താണെന്ന് വെച്ചാല് അവൾ അവനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് ഓടിപ്പോവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഷോക്കില് അവനക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് പറ്റിയില്ല. അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഭാര്യക്ക് വയ്യാതായി കിടക്കുന്നതാണ് കാണുന്നത്. ഭാര്യയുടെ അച്ഛൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തല്ലു പിടിച്ചോന്നും അവൾക്ക് വീണ്ടും
പാനിക് അറ്റാക്ക് വന്നു എന്നെല്ലാം പറയാണ്. ഈ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണമെന്നും അവളെ വിഷമിപ്പിക്കാതെ ഇനി നോക്കണം എന്നെല്ലാം ആ ഒരു അച്ഛൻ പറയാണ്. ഇതുകൊണ്ട് തന്നെ നിഷാന്ത് സാറും ഇനി ചന്ദ്രനെ വിഷമിപ്പിക്കരുതെന്ന് കരുതിയിട്ട് അവളുടെ അടുത്തേക്ക് പോയിട്ട് രാവിലെ അവൻ ചീത്ത പറഞ്ഞതിന് സോറി ചോദിക്കുന്നുണ്ട്. ഇനി നിന്റെ സന്തോഷം എന്താണോ, നിനക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്യാമെന്നും അവൻ പറയാണ്. അത് കേട്ട് ചന്ദ്രക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവാണ്. ഈ ടൈമിൽ ടിയാസ് അവനക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. ആദ്യമായിട്ട് ടിയാസിനോട് അവൻ ചാറ്റ് ചെയ്യാണ്. അവർ രണ്ടുപേരും അങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ടിയാസ എനിക്ക് ഐസ്ക്രീം വേണം, നമുക്ക് പുറത്തേക്ക് പോകാമെന്ന് ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ നീ എന്നാണോ ഫസ്റ്റ് റാങ്ക് വാങ്ങുന്നത് അന്ന് നമുക്ക് പുറത്തു പോകാം, പ്രോമിസ് എന്ന് പറയാണ്. ടിയാസ സെൽഫി അയക്കുന്നുണ്ട്. സാറിനോട് സെൽഫി ചോദിക്കുമ്പോൾ തന്റെ ഭാര്യ അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ടിയാസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾക്ക് സാറിന്റെ കൂടെ പുറത്തു പോകണമായിരുന്നു ഐസ്ക്രീം കഴിക്കാനായിട്ട്. ക്ലാസ് ഫസ്റ്റ് വന്നാലല്ല അതിന് പറ്റുള്ളൂ. അങ്ങനെ എക്സാം കഴിഞ്ഞ് അവൾ ക്ലാസ്സിൽ റാങ്ക് വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാറിന്റെ അടുത്തേക്ക് പോയിട്ട് അവൾ ഐസ്ക്രീം കഴിക്കാൻ പോകണമെന്ന് പറയാണ്. സാർ ആദ്യം അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾ നിർബന്ധിച്ചുകൊണ്ട് തന്നെ അവളെയും കൂട്ടിക്കൊണ്ട് സ്കൂട്ടിയിലായിട്ട് അവര് ഐസ്ക്രീം കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. വീട്ടിൽ വന്ന വൈഫിനോട് സാർ ഈ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അവൾക്കും എന്തോ ഒരു ഡൗട്ടൊക്കെ വരുന്നുണ്ട്. അവൾ ഇന്ന് ടിയാസനായിട്ട് പുറത്തു പോയോന്ന് ചുമ്മാ ചോദിക്കുകയാണ്. അവൻ ഞാൻ അവളായിട്ട് പുറത്തു പോയിട്ടൊന്നുമില്ല, അവൾ ഇന്ന് വന്നിട്ടില്ലാന്ന് നോണ പറയാണ്. കാരണം തന്റെ ഭാര്യനോട് ഇത് പറയാൻ അവൻക്ക് എന്തോ ഒരു ചമ്മലായിരുന്നു. സാറിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നതും ചന്ദ്ര അത് എടുത്തു നോക്കുന്നുണ്ട്. അത് ടിയാസയുടെ മെസ്സേജ് ആയിരുന്നു. ഇന്ന് പോയ പോലെ നമുക്ക് നാളെയും പുറത്തു പോയാലോ എന്നാണ് അവള് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ചന്ദ്രക്ക് മനസ്സിലാവാണ് തന്റെ ഭർത്താവ് താൻ അറിയാതെ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ പുറത്തു പോകുന്നുണ്ടെന്നുള്ള കാര്യം. അവൾക്ക് അത് ആലോചിച്ച് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇപ്പൊ ടിയാസയും സാറും കൂടി അടിക്കടിക്ക് ഒരു ലൈബ്രറി വെച്ച് മീറ്റ് ചെയ്യായിരുന്നു. ആ ഒരു ലൈബ്രറിയിൽ അവര് രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. സാറല്ല ആദ്യം അപ്രോച്ച് ചെയ്യുന്നത്, ടിയാസ സാറിനെയാണ് അപ്രോച്ച് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഇവര് പിന്നീട് പുറത്തു പോകാനായിട്ട് തുടങ്ങാണ്. ഭാര്യ അറിയാതെ തന്നെ അവൻ ഒരുപാട് സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ പതുക്കെ ഈ സാറിനും അവളോട് എന്തോ ഇഷ്ടം തോന്നി തുടങ്ങാണ്. ഇപ്പൊ ഭാര്യക്ക് അവരുടെ ആ ഒരു കാര്യത്തിൽ സംശയം തോന്നിയോണ്ട് തന്നെ അവര് രണ്ടുപേരും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചന്ദ്ര ഒരു പെർഫ്യൂം എടുത്ത് സാറിന്റെ കയ്യിൽ കൊടുത്തിട്ട് അത് ഗിഫ്റ്റ് ആയിട്ട് ടിയാസക്ക് കൊടുക്കാനായിട്ട് പറയാണ്. സാറും അതുകൊണ്ട് ടിയാസക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഇവര് രണ്ടുപേരും ക്ലോസ് ആയിട്ട് ഇരിക്കുമ്പോഴെല്ലാം ടിയാസ പെർഫ്യൂം അടിച്ചിട്ടുണ്ടാവുമല്ലോ. സാറിന്റെ ഷർട്ടിലായിട്ട് അവളുടെ മണം ഉണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് അവര് രണ്ടുപേരും ഒന്നായിട്ടുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചന്ദ്ര ഇങ്ങനെയെല്ലാം ചെയ്തത്. അവരാന്ന് വെച്ചാൽ ഇപ്പൊ എപ്പോഴും പുറത്തു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ടിയാസക്ക് സാറ് ഈ ഒരു ഗിഫ്റ്റ് കൊടുത്തോണ്ട് തന്നെ അവൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ അവൾ ഒരു വോയിസ് മെസ്സേജ് അയക്കാണ്. അതിൽ ഫുൾ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടായിരുന്നു അയച്ചിരുന്നത്. ഇത് കേട്ട സാറും ഒന്ന് ചിരിക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് സാറിന്റെ ഷർട്ട് ചന്ദ്ര മണപ്പിച്ച് നോക്കുമ്പോൾ അതിൽ ആ പെർഫ്യൂമിന്റെ മണം ഉള്ളതുകൊണ്ട് തന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടാണ്. പക്ഷെ അവനോട് ഇതിനെ കുറിച്ച് ചോദിക്കാനായിട്ട് അവൾക്ക് മടി തോന്നാണ്. ടിയാസനായിട്ട് സാർ എൻഗേജ്ഡ് ആയി പോയോണ്ട് തന്നെ ചന്ദ്രയുടെയും സാറിന്റെയും വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം തന്നെ സാറ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ചന്ദ്ര ഒരു ഗിഫ്റ്റ് വാങ്ങി സാറിന് കൊടുത്തിട്ട് ഇന്നലെയായിരുന്നു വെഡിങ് ആനിവേഴ്സറി എന്നെല്ലാം പറയുന്നുണ്ട്. ചന്ദ്രൻ ഇപ്പൊ അവൻ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവാണ്. ഇപ്പൊ ഒരു ദിവസം ടിയാസ നമുക്കിന്ന് ലൈബ്രറിയിലേക്ക് പോകാന്ന് പറഞ്ഞ് യൂണിഫോം മാറ്റി അവള് കളർ ഡ്രസ് ഇട്ടിട്ട് സാറിന്റെ കൂടെ പോകുന്നുണ്ട്. ഇതെല്ലാം അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെയും പെരുമാറ്റത്തിൽ നല്ല മാറ്റമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവാണ്. ലൈബ്രറി വെച്ചിട്ട് ടിയാസ സാറിനോട് ഭയങ്കര ക്ലോസ് ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാറിന് ഇത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവന് ടിയാസനോട് എല്ലാ സത്യവും തുറന്നു പറയാണ്. ഭാര്യ പറഞ്ഞിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും അവൾക്ക് 3 പ്രാവശ്യം അറ്റാക്ക് വന്നതുകൊണ്ട് എനിക്ക് അവളെ വിഷമിപ്പിക്കാൻ പറ്റൂല, അല്ലാതെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. ഇത് കേട്ട ടിയാസയും സങ്കടത്തോടുകൂടി അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ചന്ദ്ര കരഞ്ഞോണ്ട് അവനോട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഓൾറെഡി ടിയാസനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എന്നും ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്നും അവളോട് പറയാണ്. ചന്ദ്ര ഇതെല്ലാം ചെയ്തത് എന്തിനാന്ന് വെച്ചാല് തന്നെ തന്റെ ഭർത്താവ് കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, വേറെ ഒരു പെണ്ണ് വന്നാലും അവൻ മാനിപ്പുലേറ്റ് ആവില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അവൻ ചേഞ്ച് ആയത് ചന്ദ്രക്ക് മനസ്സിലാവാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് സാറ് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടിയാസനെ ബ്ലോക്ക് ചെയ്തോളാനായിട്ട് സാറ് ചന്ദ്രനോട് പറയാണ്. അവൾ അങ്ങനെ നമ്പർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് അവൾ നോർമൽ ആയത്. ടിയാസ് ഇപ്പൊ സാറിനെ വിളിച്ചു നോക്കുമ്പോൾ അവനെ അവളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ടിയാസക്കും മനസ്സിലാവാണ്. പിന്നീട് അവർ രണ്ടുപേരും കഴിഞ്ഞതൊക്കെ മറന്ന് നല്ല സന്തോഷമായിട്ട് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഭാര്യക്ക് വേണ്ടി സാറ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓരോ മൂമെന്റ്സും ഈ സാറിന് ടിയാഷയുടെ ഒപ്പം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരാണ്. അവനക്ക് ശരിക്കും ടിയാഷനെ മറക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അത് ചന്ദ്രക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്റെ ചില നേരത്തെ പെരുമാറ്റത്തിലൊക്കെ ചന്ദ്രൻ വിചാരിക്കുന്നുണ്ട് അവനിക്ക് ഇപ്പോ ടിയാസനോടാണ് ഇഷ്ടം എന്നുള്ളത്. പക്ഷെ ഈ സാറാണെന്ന് വെച്ചാല് ടിയാസനെ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങാണ്. അവൾ എത്ര സംസാരിക്കാൻ
സംസാരിക്കാൻ വന്നാലും അവൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവളോട് മര്യാദക്ക് തന്നെ അവൻ പറയുന്നുണ്ട്. അവളുടെ വിചാരം എന്താന്ന് വെച്ചാല് സാറ് തന്റെ ഭാര്യനായിട്ട് ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത്, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ സാറിന് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷെ സാറ് ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട്, എന്റെ ഭാര്യനെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്, അവള് ഫോഴ്സ് ചെയ്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നായിട്ട് കമ്മിറ്റ് ആവില്ല എന്നൊക്കെ. അതും പറഞ്ഞ അവളെ വീട്ടിലേക്ക് പറഞ്ഞയക്കാണ് നിഷാന്ത് സാർ. ഇപ്പൊ രാത്രി നിഷാന്ത് സാറും ചന്ദ്രയും ഒന്നിച്ച് കിടക്കുമ്പോഴും നിഷാന്ത് സാറിന് ടിയാസിന്റെ ഓർമ്മയായിരുന്നു. അവൾ തന്നെ ഓർത്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടിയാസിനെ നിഷാന്ത് സാറ് അവോയ്ഡ് ചെയ്യുന്നോണ്ട് തന്നെ ഒരു സാറ് വീട്ടിലില്ലാത്ത സമയത്ത് ഡയറക്റ്റ് ആയിട്ട് സാറിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചന്ദ്ര വാതിൽ തുറന്ന സമയത്ത് ഇവിടെ ഒന്നും പബ്ലിക് ടോയ്ലറ്റ് ഇല്ല, ഞാൻ റെസ്റ്റ് റൂം യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രക്ക് ടിയാസിനെ കണ്ടപാടെ മനസ്സിലാവുന്നുണ്ട്, കാരണം അവള് ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ടിയാസ് ഇപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല സാറിന്റെ വൈഫിന് അവൾ അറിയാവുന്നുള്ള കാര്യം. ടിയാസ് നേരെ ടോയ്ലറ്റിലേക്ക് പോകുന്നുണ്ട്. ടിയാസിനെ കണ്ട ചന്ദ്രനെന്ന് വെച്ചാൽ ഇപ്പൊ ആകെ ടെൻഷനിലായിരുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ചന്ദ്ര ടോയ്ലറ്റിൽ കയറി നോക്കുമ്പോ അവിടുത്തെ മിററിൽ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയിട്ടേക്കാണ്, നീ തന്ന 7 കിസ്സും ഞാൻ തിരിച്ചു തന്നിട്ടുണ്ടെന്ന്. അപ്പോഴാണ് ശരിക്കും ചന്ദ്രക്ക് തന്നെ അവര് തമ്മിൽ കിസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. ഇതുകൊണ്ട് തന്നെ അവള് വല്ലാതെ തകർന്നു പോകുന്നുണ്ട്. തന്റെ ഭർത്താവിനെ കുറിച്ച് അവൾ ഒട്ടും തന്നെ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. നിഷാൻ തിരിച്ചു വരുന്ന സമയത്ത് അവള് ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത് അവൻ കാണാണ്. അവളൊന്ന് നേരം കൊണ്ടുപോയി ഈ ബാത്റൂമിൽ എഴുതിയിട്ടിരിക്കുന്ന കാര്യം അവനെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അവനും അത് ഞാൻ വിട്ട കാര്യമാണ്, അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന് പറയാണ്. വീണ്ടും വീണ്ടും അവൾ ചോദിക്കുമ്പോൾ അത് സത്യമാണെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഒരുപാട് കരഞ്ഞിട്ട്, ഞാൻ തമാശക്ക് വേണ്ടി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ കൊണ്ടെത്തിച്ചേക്കാണ്, അവളെ തൊട്ട് ആ കൈ കൊണ്ട് എന്നെ തൊടരുതെന്ന് പറഞ്ഞ അവൾ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയാണ്. ഇമോഷണലി അവള് വല്ലാതെ ഡൗൺ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിഷാനും അവളെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കാണ്. ഇപ്പൊ പിറ്റേ ദിവസം ദേഷ്യം വന്ന നിഷാന്ത് സാറാണെന്ന് വെച്ചാൽ ടിയാസിനെ വന്ന് ഒരുപാട് ചീത്ത പറയാണ്. അവൾ അപ്പോൾ ഒരു കാര്യം തന്നെ പറയുന്നുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യനെ ഉപേക്ഷിച്ച് എൻ്റെ അടുത്തേക്ക് വായോ, എൻ്റെ ഒപ്പയെ നിങ്ങൾ നന്നായി സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടായാലും ആ ബിച്ചിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമെന്ന് ടിയാസ് പറയാണ്. അത് കേട്ടതും എൻ്റെ ഭാര്യനെ അങ്ങനെ പ്രൊണൗൺസ് ചെയ്ത അവളോട് നിഷാന് നല്ല ദേഷ്യം വന്നിട്ട് അവളെ മുഖത്തിട്ടൊന്ന് കൊടുത്തിട്ട്, ഇനി എൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു പറഞ്ഞു പോവാണ്. ടിയാസ് അന്ന് രാത്രി ഒരുപാട് ഇരുന്ന് കരയാണ്. അത് കണ്ട അമ്മ വന്നിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അവള് പക്ഷെ അമ്മനോട് പറയാണ് അവളുടെ ട്യൂഷൻ സാറ്, മാത്സ് എടുക്കുന്ന സാർ അവളോട് മോശമായിട്ട് പെരുമാറാനായിട്ട് നോക്കുന്നു, ആരുമില്ലാത്ത സമയത്ത് ഡ്രസ്സ് അഴിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ സാറിന് മോശമാക്കി പറയാണ്. അമ്മയും പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഇതറിഞ്ഞ് ഇവളുടെ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാല് സത്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. ചന്ദ്ര ഈ സമയം വല്ലാതെ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. അവള് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് വിചാരിച്ച അവൾ ഒരുപാട് കരയാണ്. ചന്ദ്രയുടെ വീട്ടുകാർ വന്ന് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. നിഷാൻ ഇന്നസെന്റ് ആണെന്നും ആ പെങ്കൊച്ചാണ് അവന്റെ പിന്നാലെ നടന്നതെന്നെല്ലാം ഈ വീട്ടുകാർ അവളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കാണ്. അവൾക്ക് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയായിരുന്നല്ലോ. ഇപ്പൊ ആ ഒരു പിള്ളേര് വന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ പോലീസുകാർ നിഷാന്ത് സാറിനെ വെറുതെ വിടുന്നുണ്ട്. പക്ഷെ അവൻ പുറത്തിറങ്ങിയിട്ടും എല്ലാവരും അവനോട് ഭയങ്കര മോശമായിട്ട് പെരുമാറാണ്. ഇത്രയും വൃത്തികെട്ടവനാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും അവനെ നോക്കി കാണുന്നത്. അവൻ്റെ മുഖത്ത് കരി തേച്ചെല്ലാം അപമാനിക്കുകയാണ് റോട്ടിലിട്ടിട്ട്. അവൻ നേരെ ടിയാസിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ടിയാസിനോട് ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ഒന്നും അധികം മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവളും ഭയങ്കര മൂഡ് ഔട്ടായിരുന്നു. അവളോട് എന്നിട്ട് സാറ് പറയാണ്, നിന്റെ സ്നേഹം ഞാൻ ഒറിജിനൽ ആണെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്കും എൻ്റെ ഭാര്യക്കും തെറ്റി, നിനക്ക് സ്നേഹമൊന്നുമില്ല, നിനക്കാണ് ഈ കളറ് നന്നായി സ്യൂട്ട് ആവാന്നും പറഞ്ഞ ബ്ലാക്ക് കളറ് അവളുടെ മുഖത്തിട്ട് തേച്ചു കൊടുക്കാണ്. എന്നിട്ട് സാറിന്റെ മൈൻഡ് ഓക്കെ അല്ലാതെ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് വണ്ടി ഇടിച്ച് ആക്സിഡന്റ് ആയി സാറ് മരിച്ചു പോവാണ്. ഇതറിഞ്ഞ അവന്റെ വൈഫാണെന്ന് വെച്ചാല് ഉറക്ക ഗുളിക ഒരുപാട് എടുത്ത് കഴിച്ച് അവളും മരിക്കുന്നുണ്ട്. ടിയാസക്കും ഇത് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. അവള് ചെയ്ത ഒരു തെറ്റോണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് വിചാരിച്ച അവളും ഒരു ബിൽഡിങ്ങിന്റെ മോളിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാണ്. ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഒരു തമാശ തുടങ്ങിയ കാര്യം 3 പേരുടെ ജീവിതമാണ് ഇല്ലാതാക്കിയത്.